എൻ്റെ പേര് ജോഷിത്ത് എന്നാണ്. ഞാനിവിടെ തലശ്ശേരി ദേശമംഗലം തലശ്ശേരിയിലാണ് വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്പിൻ്റെ പേര് ലിയോ എൻജിനീയറിംഗ് വർക്ക്സ് എന്നാണ്. നമ്മളിവിടെ ഗ്രില്ല് ഡോറ്, അതായത് വീടുകൾക്കുള്ള ഗേറ്റുകൾ, ഷീറ്റ് വർക്ക്, പോളികാർബൺ ഷീറ്റ്, അതേമാതിരി ഹാൻഡ് റെയില്, അങ്ങനെ ഒരുവിധം ഇരുമ്പിൽ ചെയ്യാവുന്ന ഒരുവിധം വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അധികം ഈ കമ്പിവേലിക്കാരുടെ ഗേറ്റ് ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഏരിയ തലശ്ശേരി കമ്പിവേലി വർക്കേഴ്സ് അത്യാവശ്യമുള്ള ഏരിയയാണ്. അപ്പോൾ അവരെല്ലാം ലോങ് പോണ ആൾക്കാരാണ്. അപ്പോൾ അവർക്കുള്ള ഗേറ്റുകൾ അന്നന്ന് ഓർഡർ എടുത്ത് അന്നന്ന് ചെയ്ത് കൊടുക്കും. ഇത് സിമ്പിൾ ഗേറ്റായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമ്പിവേലി കെട്ടുന്ന സമയത്ത് 10 അടി 12 അടി 15 അടി അങ്ങനെ പല പല അളവിലുള്ള ഗേറ്റുകളാണ് സിമ്പിൾ ഗേറ്റായിട്ട് ഉണ്ടാക്കുന്നതാണ്. അത് ഈ ഭാഗത്ത് നമ്മുടെ വർക്ക്ഷോപ്പാണ് മെയിനായിട്ട് നിൽക്കുന്നത്. നമ്മൾ സാധാരണ വർക്ക്ഷോപ്പിലേക്ക് ജോലി പഠിക്കാനായിട്ട് പോയി, സാധാരണ വെൽഡിംഗ് വർക്ക്ഷോപ്പിലേക്ക് പോയി, അങ്ങനെ വർക്ക് ചെയ്തു. അവിടെ കുറച്ച് വർക്കെല്ലാം ഒരിതായി. പിന്നെ ഒരു 2 കൊല്ലം ഗൾഫിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ ഒന്ന് സെറ്റിൽ ആവണമെന്ന് തോന്നി. അങ്ങനെ നമ്മുടെ മുന്നത്തെ ഓണറുടെ കെയർ ഓഫിൽ തലശ്ശേരിയിലെ ഒരു വർക്ക്ഷോപ്പ് കിട്ടി. അങ്ങനെ നടത്തി തലശ്ശേരി വർക്ക്ഷോപ്പ് നടത്തി. കുഴപ്പമൊന്നുമില്ല, വർക്കുകൾ ഇഷ്ടംമാരുണ്ട്. പിന്നെ സ്റ്റാഫുകളുടെ എണ്ണം അങ്ങനെ കൂടി. അന്ന് സ്റ്റാഫ് ഒരു സ്റ്റാഫ് 2 സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സ്റ്റാഫ് ഒരു 10 സ്റ്റാഫിൻ്റെ മുകളിലായി. അങ്ങനെ 2 വർക്ക്ഷോപ്പായി. ഇപ്പോൾ 2 അടുത്തടുത്ത് തന്നെയാണ്. തലശ്ശേരി തന്നെയാണ് 2 വർക്ക്ഷോപ്പ്. കസ്റ്റമേഴ്സ് തന്നെയാണ്. കസ്റ്റമേഴ്സിന് നമ്മളധികം ബുദ്ധിമുട്ടിക്കാറില്ല. നമ്മുടെ ഇടപഴക്കം തന്നെ കാര്യമായിട്ടുള്ള അവരോടൊന്നും നമ്മൾ കാര്യങ്ങൾ വർക്ക് ചെയ്യണത് വൃത്തിയായി ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു വർക്ക് പിടിവാശിയില്ല. അപ്പോൾ ബില്ലിൽ എന്തെങ്കിലും കുറയ്ക്കുമ്പോൾ പിടിവാശി ചെയ്യാറില്ല. അപ്പം അങ്ങനെയായിട്ട് കസ്റ്റമേഴ്സ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. കോമ്പറ്റീഷൻ ഫീൽഡായിരിക്കണം. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മൊത്തം വർക്കേഴ്സ്, അത്യാവശ്യം വർക്കേഴ്സ് ഉണ്ട്. പുറത്ത് മാത്രം വർക്ക് ചെയ്യുന്ന ടീമുകളുണ്ട്, വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ ഫീൽഡായിട്ട് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് റേറ്റിൽ തന്നെ ഇത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരുപാട് കൊള്ള ലാഭങ്ങൾ എടുത്തിട്ട് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളിങ്ങനെ ഷൊർണൂർ, ചെറുത്തി, വടക്കാഞ്ചേരി, അതേമാതിരി തലശ്ശേരി, തളി, ദേശമംഗലം, അതേമാതിരി ഇങ്ങനെ തിരുമറ്റക്കോട്, രായമംഗലം, കൂറ്റനാട് അങ്ങനെ ഭാഗങ്ങളിലൊക്കെയാണ് അധികം വർക്ക് വരാറ്. അധികം കാര്യമായിട്ടുള്ള വർക്ക് തലശ്ശേരി, തളി ഭാഗങ്ങളിലാണ്, ദേശമംഗലം അങ്ങനെ ഭാഗങ്ങളിലാണ് വരാറ്. ഇല്ല, ഞാൻ ഗൾഫിൽ നിന്ന് റിസൈൻ ചെയ്ത് പോരുമ്പോൾ 2 വർഷം നിന്നിട്ട് സാധാ ഒരു മലയാളീസ് കമ്പനിയിലുണ്ടായിരുന്നു. അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയിട്ട് സാലറി കുറവുണ്ടായിരുന്നു. അപ്പോൾ റിസൈൻ ചെയ്ത് പോന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ പോകണം എന്നാണ് വിചാരിച്ചിരുന്നത്. അത് ഖത്തറിലേക്ക് അന്ന് നോൺട്രി ഉണ്ടായിരുന്നു. 2 വർഷം കഴിഞ്ഞിട്ട് പോകാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ തൽക്കാലമായിട്ട് ഇവിടെ വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ട് നോക്കിയതാണ്. അപ്പോൾ ഇവിടെ കുഴപ്പമില്ല. നമ്മൾ അവിടുത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ നോക്കുമ്പോൾ ഇവിടെ വർക്ക് അത്യാവശ്യം വർക്ക് ഉള്ള ഏരിയയാണ്. അങ്ങനെ ഇവിടെ സീറ്റിംഗ് ആയതാണ്. വലിയ വർക്ക് നമുക്ക് മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാതെ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ റൂഫിങ് ഒരു 8,000, 6,000, 5,000 സ്ക്വയർ ഫീറ്റ്, അതേമാതിരി ഓട് വർക്ക്, അതേമാതിരി ഇപ്പോൾ വീടുകളുടെ ഉള്ളിൽ വരുന്ന സ്റ്റെയറൊക്കെ ഫുള്ള് സ്ട്രെച്ചറിലാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ വർക്കുകൾ പരമാവധി പോളികാർബൺ ഓട് വർക്ക് എല്ലാം ചെയ്യാറുണ്ട്. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഇല്ല എന്നില്ല, പക്ഷെ നമ്മൾ അതിൻ്റേതായ ഒരു ലെവലിൽ ഇറങ്ങിയിട്ടില്ല. പിന്നെ അങ്ങനെ ലോണ് കാര്യങ്ങളായിട്ട് അതിനെ പറ്റിയിട്ട് ഇറങ്ങിയിട്ടില്ല. ലോണിന് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാര്യങ്ങൾ ചെയ്യാം, ലോണിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാമെന്നുള്ള സംസാരിച്ചിരുന്നു. പക്ഷെ ലോണിൻ്റെ ലെവലിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഫാമിലി അച്ഛനമ്മ, പിന്നെ വൈഫ്, 3 കുട്ടികൾ, പിന്നെ ഏട്ടൻ്റെ വൈഫും 2 കുട്ടികളുണ്ട്. പിന്നെ ചേച്ചി പട്ടാമ്പിക്കാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഈ എഞ്ചിനീയർസ് വർക്ക്ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പേരുകൾ നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഞാൻ മുന്നേ ഗൾഫിൽ ഖത്തറിൽ നിന്നിരുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ആ പേര് നല്ല ഒരു പേരായി തോന്നി. അപ്പോൾ അങ്ങനെ ലിയോ എഞ്ചിനീയർസ് അങ്ങനെ ഇട്ടു. ഫ്യൂച്ചർ പരിപാടി കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കൊണ്ടുപോകണം. പരമാവധി പറ്റുന്നവരെ ഇപ്പം എന്താ വർക്കേഴ്സിൻ്റെ ക്ഷാമം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചില ക്ഷാമല്ല, വർക്കേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ലീവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എന്നാലും പരമാവധി പോകുന്നവരെ ക്ലിയർ ആക്കി കൊണ്ടുപോകണം. കുറച്ച് മെഷീനറിക്ക് സൗകര്യങ്ങളൊക്കെ കൂട്ടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ടെക്നോളജിക്കുള്ള വലിയ മെഷീനുകളിലേക്ക് ആയിട്ടില്ല. സാധാരണ ഇപ്പോൾ നമ്മൾ കട്ടിങ് മെഷീൻ, വെൽഡിങ് മെഷീൻ, ഗ്രൈൻഡർ, സാധാരണ ഡ്രില്ലിംഗ് മെഷീൻ, ഇപ്പോൾ പൈപ്പ് ബെൻഡിങ് മെഷീൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് 3 ഇഞ്ച് പൈപ്പ് വരെ ബെൻഡ് ചെയ്യാൻ പറ്റും. ചെറിയ പൈപ്പ് മുതൽ 3 ഇഞ്ച് പൈപ്പ് വരെ സ്ക്വയർ പൈപ്പും
റൗണ്ട് പൈപ്പും ബെൻഡ് ചെയ്യാം. അതിൽ സ്ക്വയർ പൈപ്പ് 2 ഇഞ്ച് സ്ക്വയർ വരെയാണ് ബെൻഡ് ചെയ്യാൻ പറ്റുക. റൗണ്ട് പൈപ്പ് 3 ഇഞ്ച് വരെ ബെൻഡ് ചെയ്യാൻ പറ്റും. അത് സാധാ GI പൈപ്പ്, GP പൈപ്പ്, മെറ്റീരിയൽ അങ്ങനെ പല ആംഗിൾ ഐറ്റങ്ങളെല്ലാം ഉപയോഗിക്കാറുണ്ട്. ടാറ്റയുടെ മെറ്റീരിയൽ എടുക്കാറുണ്ട്, GI പൈപ്പ് എടുക്കാറുണ്ട്, നമുക്ക് GI പോസ്റ്റുകൾക്ക് GI എടുക്കാറുണ്ട്. പിന്നെ അപ്പോളോൻ്റെ പൈപ്പ് തന്നെ ബ്രാൻഡഡ് പൈപ്പുകളും എല്ലാം ഉപയോഗിക്കാറുണ്ട്. ഇപ്പം എല്ലാം ISA ബ്രാൻഡിലാണ് വരുന്നത്. അപ്പോളോ മാത്രമായിട്ടില്ല എല്ലാം. ഇപ്പോൾ മുന്നേ ഈ അപ്പോളോൻ്റെ പൈപ്പ് പരസ്യം കാര്യങ്ങളായിട്ട് എല്ലാവർക്കും അപ്പോളോ മതി എന്നുള്ളൊരു നിലപാടിൽ നിൽക്കണം. കാരണം അപ്പോളോ വേണ്ടവർക്ക് അപ്പോളോ ചെയ്ത് കൊടുക്കും. പിന്നെ എല്ലാ പൈപ്പുകളും ISA ബ്രാൻഡിലാണ് വരുന്നത്. JNT മാർക്ക് അങ്ങനെ പൈപ്പുകളെല്ലാം ISA ബ്രാൻഡിൽ കുഴപ്പമില്ലാത്ത പൈപ്പുകളാണ് വരുന്നത്. ഓരോ പാർട്ടിക്കാരുടെ ഇത് കോസ്റ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ കുറയ്ക്കും. നല്ലതായിട്ട് ചെയ്യണം പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് ചെയ്ത് കൊടുക്കും. പരമാവധി വർക്ക് ഫിനിഷ് ചെയ്യാനൊക്കെ നോക്കാറുണ്ട്. സ്ക്വയർ ഫീറ്റിന് എടുക്കാറുണ്ട്, ലേബറിന് എടുക്കാറുണ്ട്, മൊത്തമായിട്ട് എടുക്കാറുണ്ട്. 3-4 കോൺട്രാക്ടർമാരുണ്ട്, അവരുടെ വർക്കുകൾ വരാറുണ്ട്. ദിവസം അങ്ങനെ നമ്മുടെ കോൺട്രാക്ടർമാർ ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ. പുറത്തെ വർക്കുകൾ എടുക്കാനുള്ള സമയം ഉണ്ടാവാറില്ല. നമ്മുടെ ഇവിടുത്തെ ഗേറ്റും ഗ്രില്ലും ഡോറൊക്കെ ആ വർക്കുകൾ കാരണം എല്ലാത്തിൻ്റെ മുകളിലും എത്തിപ്പെടാൻ പറ്റുന്നില്ല നമുക്ക്. സ്റ്റാഫുകൾ ഇവിടെ ഉള്ള സ്റ്റാഫുകൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു 10-15 വർഷത്തോളമായി. ആ 15 വർഷം തുടങ്ങിയ സ്റ്റാഫുകളും ഇപ്പോഴും ഉണ്ട്. സ്റ്റാഫുകൾ അങ്ങനെ പോകുന്നൊന്നുമില്ല. നമ്മളിത് വന്ന ആൾക്കാർ കുഴപ്പമില്ലാത്ത നല്ല പയ്യന്മാരാണ്. ദേശങ്ങളിൽ തലശ്ശേരി എത്തിങ്ങാന ഷോപ്പിൻ്റെ അടുത്തായിട്ട് വരും.